ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അയ്യോ, ഞാനെന്ത് ചെയ്യും? മറിയത്തെ ഉപേക്ഷിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അല്ല, രഹസ്യമായി അവളെ ഉപേക്ഷിച്ചാലോ? അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരിനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെടുത്തു നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും
താൻ തങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണി ഭാര്യ മറിയത്തോടുകൂടെ പോയി. രാത്രി രാത്രി രജതരാത്രി രാജാധിരാജ അതെ, ഇവിടെ ആരുമില്ലേ? വാതിൽ തുറക്കണേ. എന്താ വേണ്ടത്? ഞങ്ങൾ അങ്ങ് ദൂരെ നസ്രത്തിൽ നിന്നാണ്. എന്റെ ഭാര്യ മറിയത്തിന്റെ പ്രസവ സമയം അടുത്തു. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് രാത്രി കഴിയാൻ ഒരിടം തരണേ. ഇവിടെ സ്ഥലമൊന്നുമില്ല, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. അയ്യോ, അങ്ങനെ പറയലേ. എന്റെ ഭാര്യയ്ക്ക് ഇനി ഒരടി നടക്കാൻ കഴിയില്ല. ഞാൻ കുറെ ഇടങ്ങളിൽ അന്വേഷിച്ചു നോക്കി, ആരും ഞങ്ങളെ സഹായിച്ചില്ല. ഞങ്ങളോട് കരുണ കാണിക്കണേ. ഹോ, ഇതൊരു ശല്യമായല്ലേ. നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ സ്ഥലമില്ലെന്ന്? ഇവിടെ പേരെഴുതാൻ വന്ന ആളെ കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുന്നു. വേഗം ഇവിടെ നിന്ന് പോകൂ. മറിയമ്മേ, വിഷമിക്കണ്ട. ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരും. വാ, നമുക്ക് ആ കാണുന്ന വീട്ടിൽ അന്വേഷിച്ച് നോക്കാം. രാത്രി ദുഃഖിതർക്കാശ്വാസമേകുന്ന രാത്രി. അതെ, ഇവിടെ ആരുമില്ലേ? ഹാ, എന്തു വേണം? എന്റെ ഭാര്യയെ കണ്ടില്ലേ? ഞാൻ നടന്ന് അലഞ്ഞു തളർന്നു. കൂടാതെ ഇവൾക്ക് പ്രസവ സമയം അടുത്തു. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് താങ്ങാൻ ഒരിടം തരണേ. ഓ അയ്യോ, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഈ വീട്ടിൽ എൻ്റെ വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ആകെ അവശേഷിക്കുന്നത് ഞങ്ങളുടെ കാലിത്തൊഴുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തങ്ങാം. നന്ദി സഹോദരി, വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാത്രി രാത്രി രജതരാത്രി രാജാധിരാജൻ പിറന്ന രാത്രി. ഹേറോദീസ് രാജാവിന്റെ കാലത്ത് പൗരസ്ത്യ ദേശത്തു നിന്നും ജ്ഞാനികൾ യേശുവിന്റെ ജനനം അന്വേഷിച്ച് ഹേറോദീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നു. നിങ്ങൾ ആരാണ്? എന്തിനോട് വന്നു? നിങ്ങൾക്ക് എന്ത് വേണം? രാജാവേ, ഞങ്ങൾ പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന ജ്ഞാനികളാണ്. ലോകത്തിൻ്റെ രക്ഷകൻ, എല്ലാ മനുഷ്യരുടെയും രാജാവ് ഈ സമയം ഇവിടെ ജനിക്കുമെന്ന് ഞങ്ങൾക്കറിവ് കിട്ടി. അവൻ്റെ ജനനത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഒരു നക്ഷത്രവും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവനെ കണ്ട് ആരാധിക്കാൻ വന്നവരാണ്. ഓഹോ, അങ്ങനെ ഒരു രാജാവുണ്ടോ? എങ്കിൽ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിങ്ങൾ അവനെ കണ്ടെത്തുമ്പോൾ തിരിച്ചു വന്നൊന്ന് അറിയിക്കുക. ഞാനും ചെന്ന് അവനെ ആരാധിച്ചു കൊള്ളാം. ശരി രാജാവേ, ഞങ്ങൾ തീർച്ചയായും അങ്ങയെ അറിയിക്കാം.
ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വെള്ളി സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: പിള്ളകച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾക്ക് കാണാം. കൂട്ടുകാരെ, ഇത് ദൈവത്തിന്റെ വചനം തന്നെയാണോ? നമുക്കെന്തായാലും ബത്ലഹേം വരെ പോയി നോക്കിയാലോ? ചിലപ്പോൾ ഈ മാലാഖ പറഞ്ഞത് സത്യമായിരിക്കും. നമുക്ക് അവിടേക്ക് ഇപ്പോൾ തന്നെ പോകാം. വരൂ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിയിൽ പൂത്തൊരു രാത്രി, പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൽ സമാധാനം.